സജോ ദേവസ്യ കൂടി ചേരുകയാണ്. സജോ, ഇയാൾ മെനഞ്ഞ തിരക്കഥയെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. കാട്ടാന ആക്രമണമെന്ന് നിസ്സാരമായ ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും എന്നായിരിക്കാം ബിനു കരുതിയിരുന്നത്. പക്ഷേ വളരെ പരിചയസമ്പത്തുള്ള ഡോക്ടർമാർ ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പരിശോധന നടത്തിയതിൽ നിന്ന് തുടക്കത്തിൽ തോന്നിയ സംശയം തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയും സ്ഥിരീകരിക്കുന്നത്. ഇത് കാട്ടാന ശല്യമുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും ആദ്യഘട്ടത്തിൽ തോന്നുകയും ചെയ്തിരുന്നില്ല. വിനീത, ഇക്കാര്യത്തിൽ മറ്റൊരു വിവരം കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അതായത് ഇത് കാട്ടാന ആക്രമണം എന്ന് തന്നെ വരുത്തി തീർക്കാൻ ഈ കൊലപാതക ശ്രമത്തിൽ പ്രതി ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതാണ് ഈ ക്രൂരമായ അതിക്രമത്തിന്, അതായത് കൊലയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് അല്ലെങ്കിൽ മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അതല്ലാതെയും നടത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു നിഗമനമായി ഇതിലെല്ലാം വ്യക്തത വരേണ്ടതാണ്. അതായത് നമ്മൾ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ വാരിയെല്ലും ഒടിയുകയും ശ്വാസകോശത്തിൽ തുളച്ചു കയറുകയും ചെയ്തു. സാധാരണ ഇങ്ങനെയുള്ള ആക്രമണം ഉണ്ടായാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത്തരമൊന്ന്. അത് ഇദ്ദേഹം അങ്ങനെ കൂടി ചിന്തിച്ച് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടാവണം എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു അനുമാനം. ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ അത് സംബന്ധിച്ച് ഒരു സമ്പൂർണ്ണ വ്യക്തത കൈവരികയുള്ളൂ. അതല്ലാതെ നേരത്തെ സംഭവിച്ചതുപോലെ ഇനിയും ട്വിസ്റ്റ് ഈ കാര്യത്തിൽ വരാനുണ്ടോ? ആദ്യഘട്ടത്തിൽ അത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് എല്ലാവരും കരുതുന്നു. പിന്നീട് അതിൽ ഈ ഇൻക്വസ്റ്റിലും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലും ട്വിസ്റ്റ് വരുന്നു. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാത്തിരിക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ അതിക്രൂരമാം വിധം ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ കാരണം ഇങ്ങനെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കുന്നതായാണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതും കൂടുതൽ, അതായത് അങ്ങേയറ്റം നിഷ്ഠൂരമായ സജോ, കൊലപാതകം നടന്ന, അതായത് ഇയാളുടെ മർദ്ദനത്തിൽ സീത മരിച്ചിരിക്കാം. അപ്പോഴത് കാട്ടാനാക്രമണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ക്രൂരമായി വീണ്ടും മർദ്ദിച്ചതാണോ എന്നുള്ള സംശയം കൂടി വരികയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കുന്നു. കാട്ടാനാക്രമണത്തിന്റെ ഒരു സൂചനയും ഒരു തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ഇനിയിപ്പോൾ ബിനുവിനെ സംസ്കാരത്തിന് ശേഷം ബിനുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. ഏതായാലും രാഹുൽ സുരേഷാണ് ഈ വാർത്ത പുറത്തെത്തിച്ചത്. സജോ ദേവ